എന്ന് പറഞ്ഞ് കിടന്ന ഞാൻ എണീറ്റത് രാവിലെ 7 മണിക്ക്. അങ്ങനെ കഥായ സുബഹി നിസ്കരിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി നേരെ ചെന്നിരുന്നു. പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ വീട്ടിലെ നല്ലവനായതുകൊണ്ട് എന്നേക്കാൾ നേരത്തെ പഠിക്കായിരിക്കണം. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു മണം സംതിങ് ഫിഷി എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയാൽ ഞാൻ കണ്ടത് തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് കറി. നേരെ ഞാൻ അത് പ്ലേറ്റിലാക്കി, പിന്നെ ഞാൻ അത് വയറ്റിലാക്കി. അങ്ങനെ ബീഫായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞാൻ സ്കൂളിലേക്ക് പോകണം. ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാമെന്നുള്ള ഫുൾ കോൺഫിഡൻസിലാണ് ഈ പോണത്. അങ്ങനെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഷാഫിയൊക്കെ പഠിപ്പോട് പഠിപ്പ് എല്ലാം പഠിച്ച് ഒന്നും അറിയാത്ത പോലെ ഒരുത്തനോടെ കിടക്കുന്നുണ്ട്. ഞാനായിട്ട് കുറച്ചില്ല, ഞാനും ഇരുന്ന് പഠിക്കാൻ. പിന്നെ ലാബിലായിരുന്നു. ഒരു പീരീഡായിട്ട് ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇട്ടുകൊണ്ട് കീളി പോയിരിക്കണം ഞാനാണിത്. അങ്ങനെ ലാബൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എക്സാം തുടങ്ങി. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. എക്സാമിന്റെ റിവ്യൂ പറയാനാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒരു ഒറ്റ മൈൻഡ് ഒരു കണ്ണനെ കൂട്ടി നേരെ ചായ പിടിക്കാൻ പോയി. സൂപ്പർ പതച്ചായ പിടിക്കാന്ന് പറഞ്ഞ കോളേജിന്റെ സൈഡിലുള്ള ഒരു ചായക്കടയിൽ കയറി. ചേട്ടന്റെ ചായ അടിയണ്ടാ പൊളി തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായം കുടിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് വിട്ടു. ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ കപ്പലണ്ടി നിന്നുകൊണ്ട് അസീം വരുന്നു. അവന്റെ 2 കപ്പലണ്ടിയും വാങ്ങി നമ്മളെ മച്ചാന്മാരെ ഫോട്ടോഷൂട്ടും കണ്ടു തുടങ്ങും. ബസ് വരെ ആയതുകൊണ്ട് അധികം നേരുന്നില്ല, നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഊക്ക് കിട്ടി കണ്ടെന്ന് പറഞ്ഞിരിക്കണം ഫായ്സിനോട് ടാറ്റ ബൈ പറഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്ക്.